ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളവിടെ എങ്ങനെയാണ്? നല്ല മഴയൊക്കെ ഉണ്ടോ? അത് വെയിലാണോ? ഇവിടെ നിന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. കാലത്ത് എണീറ്റിട്ട് ഞാൻ നടക്കാനായിട്ട് പോകാറുണ്ട്. അപ്പോൾ അവിടെ നടക്കാനായിട്ട് പോകുന്ന സമയത്ത് നല്ല മഴ. അപ്പോൾ എണീറ്റിട്ട് പുറത്തൊക്കെ ഒന്ന് പോയി നോക്കി ആദ്യം എന്തെങ്കിലും രക്ഷയുണ്ട് പോകാനായിട്ട്. അപ്പോൾ പോയിട്ടില്ലെങ്കിൽ എനിക്ക് നടന്നിട്ടില്ലെങ്കിൽ നല്ല ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അന്നത്തെ ദിവസം വല്ലാത്തൊരു ഒരു ഉന്മേഷമില്ലാത്ത പോലെ തോന്നും. പുറത്ത് നല്ല ഇടിയും വിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഈയാമ്പറ്റകളില്ലേ, മഴ വരുമ്പോൾ പുറത്തേക്ക് വരുന്ന കുഞ്ഞു കുഞ്ഞു പാറ്റകൾ, അത് നിറച്ച് പാറുന്നുണ്ട് കേട്ടോ. നിറച്ച് ചൂടിനൊക്കെ ഇന്ന് നല്ല ആശ്വാസം ഉണ്ടാവും. അപ്പോൾ വേഗം തന്നെ ഇന്ന കാലത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, ചായക്ക് കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഒരു കാലത്ത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാലും എത്ര ശ്രദ്ധിച്ചുണ്ടാക്കിയാലും നേരെയാവാത്ത ഒരു സാധനമായിരുന്നു, ഒരു പലഹാരമായിരുന്നു നമ്മുടെ നൂൽപുട്ട്. അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കണത് കേട്ടോ. ഇപ്പം ഞാൻ നന്നായി ഉണ്ടാക്കാനായിട്ട് പഠിച്ചു. ആദ്യമൊക്കെ വെള്ളം നനച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, ഒന്നെങ്കിൽ അത് നല്ല ടൈറ്റ് ആവും, അത് പിഴിയാൻ പറ്റില്ല കേട്ടോ. ഒന്നെങ്കിൽ ഉറക്കത്തിൽ നിന്ന് പിള്ളേരെ വിളിച്ചിട്ടോ ടീച്ചറിനെ വിളിച്ചിട്ടോ ഒക്കെ ഞാനതിങ്ങനെ പിഴിയിപ്പിക്കും, എന്നിട്ടാണ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ പിന്നെ വെള്ളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ എന്താ പറയുക, ഒട്ടിപ്പിടിച്ചിട്ട് ഒരു അപ്പം പോലെയാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പം ഞാൻ വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് പൊടിയിലേക്ക് കുറച്ചിങ്ങനെ ഒഴിക്കുക, ഉപ്പിടുക, വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ നന്നായി കുഴയ്ക്കുക. പോരാത്ത വെള്ളം ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുഴക്കി വിട്ടാൽ, അധികം വെള്ളം കൂടാനായിട്ട് നിൽക്കാറില്ല. ഇനിയിപ്പോൾ നമുക്ക് പിഴിയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം കിട്ടും. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നൂൽപുട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നൂൽപുട്ടും ഗ്രീൻ പീസ് കറി കേട്ടോ. ഇതിപ്പോൾ പിഴിയാനും ഈസിയാണ്, അതുപോലെ തന്നെ അതേ ഒരു ട്രിപ്പിൽ തന്നെ എല്ലാതും കൂടി വേവിച്ചെടുക്കാനും പറ്റും. പിന്നെ ഇഡ്ഡലി തട്ടിലിങ്ങനെ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ ഇലയിൽ ഉണ്ടാകുന്ന കാരണം തന്നെ നമുക്ക് എടുത്ത് കഴിക്കാനും സുഖമാണ്. അടുത്ത് നല്ല ഇടി വെട്ടുന്ന കാരണം തന്നെ അതേ കുട്ടികളൊക്കെ എണീറ്റിട്ടുണ്ട്. അവർ വലിയമ്മ പേടിയാവണ്, ഇടി വെട്ടണത് പേടിയാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോളോട് അവരെ കെട്ടിപ്പിടിച്ച് കിടക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാലത്ത് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും എഴുന്നേറ്റ് മുന്നേ തന്നെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പകുതി ഫ്രീ ആവട്ടെ. പിള്ളേരായിട്ട് വർത്തമാനം പറയാനോ കുറച്ച് നേരം അവരായിട്ട് ഇരുന്ന് ചിലവഴിക്കാനോ അതൊക്കെ അവർക്ക് നല്ല ഇഷ്ടമല്ലേ. അതൊക്കെ ചെയ്യാൻ നമുക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും. നേരം വൈകിട്ട് എല്ലാം കൂടി അടുക്കളയിൽ കിടന്ന് ചെയ്യുകയാണെങ്കിൽ ആകെ കൂടി ബുദ്ധിമുട്ടാവും. ഓരോരുത്തർക്ക് പോകേണ്ട സമയമായി, അല്ലെങ്കിൽ പിന്നെ അത് ഇതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാനും ഒക്കെ തിരക്കായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ദേഷ്യവും വരും പെട്ടെന്ന്. തലേ ദിവസം കിടക്കുമ്പോൾ പിറ്റേ ദിവസം കാലത്ത് എന്താണ് ഉണ്ടാക്കേണ്ടത്, ചായക്ക് എന്താ ഉണ്ടാക്കേണ്ടത് എന്നൊന്ന് ആലോചിച്ച് ഒന്ന് തീരുമാനിച്ച് കിടക്കുക. അതിനുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ എന്ന് നോക്കുക, ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാലത്ത് എണീറ്റ് വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ആശ്വാസം ഉണ്ടാവും. ഇന്ന സാധനം ഉണ്ടാക്കാമല്ലോ, അതിനുള്ള സാധനങ്ങളൊക്കെ അവിടെ റെഡിയാക്കി ഉണ്ടല്ലോ, അടുക്കളയിൽ ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചില്ലെങ്കിൽ നമ്മൾ വന്നിട്ട് അത് ആലോചിച്ച് നിൽക്കേണ്ടി വരും, ഇന്ന് എന്തുണ്ടാക്കണം എന്ന്. അപ്പോൾ അവിടെയും കുറച്ച് സമയം പോവും. പിന്നെ സാധനങ്ങളില്ല വെച്ചെങ്കിൽ, നമ്മൾ ഉണ്ടാക്കണ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളില്ല എന്ന് വെച്ചെങ്കിൽ അപ്പോൾ അവിടെയും നേരം വഴുകും. അപ്പോൾ ആകെ കൂടെ നമുക്ക് ദേഷ്യം വരും ചില സമയത്ത്. എന്താ പണികളും തലതിരിഞ്ഞ പോലെയും ഒക്കെ നേരം വഴുകും. കുട്ടികളോടൊന്നും നേരം വേണ്ട സംസാരിക്കാനോ ഒരുമിച്ചിരുന്ന് ചിലപ്പോൾ ചായ കുടിക്കാൻ പോലും പറ്റില്ല. നേരത്തെ കൂടെ ചായക്കടികളൊക്കെ റെഡിയാക്കി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ചായയും കുടിക്കട്ടെ. അതൊരു പ്രത്യേക ഒരു കാര്യമാണ്. ഒരു വീട്ടിലൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എല്ലാവരും ഒന്ന് ഭക്ഷണം കഴിക്കുക. അതൊരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ്. ഇവിടെ മിക്ക ദിവസവും എന്നല്ല, എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കാറ് കേട്ടോ. ഇനിയിപ്പോൾ രജുവിൻ്റെ വേഗം തന്നെ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും അത് മുൻകൂട്ടി ഒന്ന് പറയണം കേട്ടോ. അതിനനുസരിച്ചിട്ട് ഞാൻ ചായക്കടികളൊക്കെ വേഗം ഉണ്ടാക്കി റെഡിയാക്കി വെക്കും. ഇപ്പോൾ ഇത് കുട്ടികൾക്കും ഇതൊരു പരിചയമായി മാറിയേക്കാണ്. കുട്ടികൾക്കും അതെ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നേരം വൈകിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരെല്ലാവരും കൂടി സഹകരിച്ച് വേഗം തന്നെ ചായ കുടിക്കാൻ വായോ അല്ലെങ്കിൽ ചോറിനാനായിട്ട് വായോ എന്നും പറഞ്ഞിട്ട് ഒരുമിച്ചിരിക്കാൻ പിള്ളേരും ഇപ്പോൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അവർക്കും നല്ല ഇഷ്ടമാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ അതേ നമ്മുടെ മഴയൊക്കെ തോർന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ ഈ പറഞ്ഞ പോലെ തന്നെ അവർ ഉറങ്ങിയില്ല. പിന്നെ അവർ എണീറ്റു, എൻ്റെ പിന്നാലെ നടക്കണം കേട്ടോ. നടക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷാളൊക്കെ എടുത്തിട്ടു, പക്ഷെ നടക്കാൻ പോകണില്ല. അപ്പോൾ കുട്ടികളും എൻ്റെ പിന്നാലെ വരും. അപ്പം ഞാൻ പിന്നെ നടക്കാൻ പോകണില്ല എന്ന് വിചാരിച്ചു. അപ്പം മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. പറയണ പോലെ ഈയാമ്പാറ്റകൾ വന്നിട്ട് മഴപ്പാറ്റകൾ വന്നിട്ട് ആകെ അവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ വൃത്തിയാക്കി പിന്നെ അതേ ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് നന്നായി വൃത്തിയാക്കി എടുക്കുകയാണ്. മോളും എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഇന്ന് വയ്യ, വയറുവേദനയൊക്കെയാണ് കേട്ടോ. അത് പേപ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം പേപ്പർ നോക്കിയിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് വലിയമ്മ എന്താ നടക്കാൻ പോകണില്ലേ, ഞങ്ങളും വരാമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പം ഞാനും ഇന്ന് പോണില്ല വലിയമ്മ എന്ന് പറഞ്ഞിട്ട് പേപ്പർ നോക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അനിയത്തിമാരുടെ മക്കളാണ് കേട്ടോ. അവർ വെക്കേഷനായിട്ട് വന്നതാണ്. 1-2 ആളും കൂടി ഉണ്ട്. അത് എൻ്റെ വീട്ടിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അവർക്ക് ഇവിടെ നിൽക്കാനായിട്ട് ഇഷ്ടമല്ല. ഞാനിവിടെ അധികം കളിക്കാനായിട്ട് പുറത്ത് വിടില്ല കേട്ടോ. ഇവിടെ തന്നെ കളിക്കാനായിട്ട് നിർബന്ധിക്കുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഇവിടെ നിൽക്കാനായിട്ട് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അവളുടെ മുടിയൊക്കെ ഒന്ന് വൃത്തിയായി കെട്ടി വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാനിതേ ഉമ്മാറൊന്ന് തുടച്ചിടുകയാണ് കേട്ടോ. അവർ രജുവേട്ടനെ ഇട്ടിട്ട് വിളക്ക് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പിന്നെ വേഗം തന്നെ ഉമ്മാറും തുടച്ചിടാണ്. ബാക്കിയുള്ള സ്ഥലമൊക്കെ ഞാൻ ഇന്നലെ അടിച്ച് വൃത്തിയാക്കി
കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തുടയ്ക്കണമൊന്നുമില്ല, പൊടിയൊന്നും കാണാനില്ല, നല്ല മഴയുള്ള കാരണം തന്നെ ഒന്നും പൊടിയൊന്നുമില്ല. അപ്പോൾ ഇന്ന് തുടയ്ക്കണമൊന്നുമില്ല, എല്ലാ ഭാഗവും വൃത്തിയാക്കി തന്നെ ഇന്നലെ കിടന്നിട്ടുണ്ട്. അപ്പോൾ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കിൽ ഉമ്മാറം ആകെ ചളിയും വെള്ളവും ഒക്കെ തെറിച്ചിട്ട് മണ്ണൊക്കെ തെറിച്ചിട്ട് വൃത്തിയേടായി കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നന്നായി ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ, കഴുകി ഇടുകയാണ്. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനിരിക്കുകയാണ് കേട്ടോ. മഴയൊക്കെ മാറി നല്ല വെയിൽ വന്നു കേട്ടോ. ആ സമയത്ത് നല്ല മഴ കാരണം എൻ്റെ നടത്തം അങ്ങോട്ട് നിന്നു. എൻ്റെ നടത്തം നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു മഴ ആ സമയത്ത്. ചായ കുടി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്ന് വർത്താനം പറയും കേട്ടോ. ചിലപ്പോൾ ഒരു അരമണിക്കൂറോളം അവിടെ അതുപോലെ ഇരുന്ന് വർത്താനം പറയും. പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ലെങ്കിൽ നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന സമയമാണ് കേട്ടോ ഈ ചായ കുടിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ചോറിനാനിരുന്നാലും അത് അത്യാവശ്യം സമയം അവിടെ ഇരുന്ന് വർത്താനം പറയും. അപ്പോൾ അത് വേഗം തന്നെ മേശൊക്കെ തുടച്ചിടാണ്. നമ്മളെ സഹായിക്കുന്ന ആൾക്ക് ഇന്ന് വയ്യ കേട്ടോ. അപ്പോൾ ഇന്ന് അവളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ വേഗം തന്നെ ഇതേ മേശൊക്കെ നന്നായി തുടച്ചിട്ടു. പിന്നെ പാത്രങ്ങളൊക്കെ വേഗം തന്നെ കഴുകി വയ്ക്കുകയാണ്. കൂടി കഴിഞ്ഞാൽ അതുവരെയുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി നല്ല അടുക്കളയൊക്കെ നല്ല അടിപൊളിയാക്കി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ അടുത്ത കാര്യങ്ങൾ നോക്കുള്ളൂ കേട്ടോ. അടുക്കള അങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നത് കാണാനും അതിൽ നിന്ന് പണി ചെയ്യാനുമാണ് എനിക്ക് നല്ല ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുക്കള നല്ല ക്ലീൻ ചെയ്തിടും. അങ്ങനെ വലിച്ചു വാരി കിടന്നു കഴിഞ്ഞാൽ എനിക്കൊരു ടെൻഷനാണ് കേട്ടോ. ആരെങ്കിലും കയറി വരുമോ, പെട്ടെന്ന് ആരെങ്കിലും വീട്ടിലേക്ക് കയറി വരുമോ, അങ്ങനെ വൃത്തികേടായി കിടക്കുന്ന ആൾക്കാർ കാണും, അത് മോശമാണെന്നൊക്കെയാണ് എൻ്റെ വിചാരം. അപ്പോൾ പിന്നെ വേഗം തന്നെ അടുക്കളയൊക്കെ നല്ല ക്ലീൻ ചെയ്തിടും. അപ്പോൾ പിന്നെ ആര് വന്നാലും നമുക്ക് പേടിക്കണ്ടല്ലോ. അപ്പോൾ അതേ ആ സിങ്കൊക്കെ നന്നായി ഒന്ന് കഴുകിയിടുന്നുണ്ട്. പിന്നെ അതല്ല അടിഭാഗവും ഒന്ന് നന്നായി തുടച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ഉണങ്ങട്ടെ. ഒരു ഈർപ്പം മഴ വന്നപ്പോൾ തന്നെ ഈർപ്പം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ മീൻകാരൻ വന്നിട്ടുണ്ട് അമ്മ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി മീൻ വാങ്ങാനായിട്ട് നിൽക്കുകയാണ്. ചെമ്മീനാണ് കേട്ടോ, നല്ല വെള്ളച്ചെമ്മീൻ, നല്ല അടിപൊളി വെള്ളച്ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ അത് കറി വെക്കാനായിട്ട് നോക്കട്ടെ. അപ്പോൾ പിന്നെ ഇന്ന് ചെമ്മീനൊക്കെ നന്നാക്കി കറി വെച്ചതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് പ്രത്യേകിച്ച് നടക്കാൻ പോയിട്ടുള്ള വയപ്പും കാര്യങ്ങളൊന്നുമില്ല. കുട്ടികളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവരൊറ്റയ്ക്ക് കുളിച്ചോളും. അവരുടെ തലയൊക്കെ നന്നായി ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ പുറത്ത് പോയിരുന്നിട്ട് നന്നാക്കണം കേട്ടോ. അടുക്കളയൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ടതല്ല. അപ്പോൾ അനിയൻ വന്നിട്ടുണ്ട്. അനിയൻ അവൻ്റെ അളിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള പലഹാരങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ വീണ്ടും ഇതേ മഴക്കാറ് വന്നു, വീണ്ടും പ്രാണികൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതേ ചെമ്മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം അത് കഴുകി എടുക്കുകയാണ്. വേഗം കുറച്ച് ഇരുമ്പാമ്പുളിയും പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. മീനും ഇരുമ്പാമ്പുളിയും കൂടിയിട്ട് കറി വെച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. വെള്ളച്ചെമ്മീനാണെങ്കിൽ പിന്നെ പറയണ്ട, നല്ല അടിപൊളി വെള്ളച്ചെമ്മീൻ കിട്ടിയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ ഇതേ പലഹാരങ്ങളൊക്കെ ഇതേ ഇഷ്ടം പോലെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ഇതേ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അവരെടുത്ത് കഴിക്കുകയാണ് കേട്ടോ പലഹാരങ്ങളൊക്കെ. അപ്പോൾ ഞാനും ഒരു ജിലേബി കഴിച്ചു. കറി വയ്ക്കാനായിട്ട് നോക്കട്ടെ. നമ്മുടെ ഇരുമ്പമ്പുളി ഇത് ആദ്യം അരിഞ്ഞിട്ട് കൊടുക്കട്ടെ. എന്നിട്ട് പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി അതും കൂടി ചതച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ അതും കൂട്ടിയിട്ട് കലക്കിയിട്ട് കറി അടുപ്പത്ത് വെക്കാനായിട്ട് നോക്കട്ടെ. കുട്ടികൾക്ക് പിന്നെ ചെമ്മീൻ വറുത്തതാണ് ഇഷ്ടം കേട്ടോ. അവർക്ക് ചെമ്മീൻ ഇഷ്ടമുള്ള കാരണം തന്നെ മിക്ക ദിവസവും ഇവിടെ ചെമ്മീൻ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികൾ ചെമ്മീൻ കറി ഒന്നും കഴിക്കില്ല, അവർ ചെമ്മീൻ വറുത്തത് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ ഒരു കടച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഉപ്പേരി വെക്കാനായിട്ട്, കൂടെ ഉപ്പേരി വെക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ചോറ് ഇന്നലത്തെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് അതുപോലെ തന്നെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തിളപ്പിക്കാമെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ ഉണ്ണണ സമയത്ത് തിളപ്പിച്ചാൽ മതിയോ എന്ന് വിചാരിച്ചിട്ട് അതിപ്പോൾ വെക്കുന്നില്ല. അപ്പോൾ അതേ കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കടച്ചയ്ക്ക് നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രജുവേട്ടൻ ഒരു 10-10:30 ആവുന്ന സമയത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ കൊടുന്ന പലഹാരങ്ങളൊക്കെ എല്ലാവരും കൂടി ഇന്ന് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കറി ഇതേ നന്നായി വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി കാച്ചണ വീഡിയോ ഒന്നും ഈ വർത്തമാനത്തിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചില്ലാതെ എടുക്കാനായിട്ട് വിട്ടുപോയത്. ചെമ്മീനും മറക്കാനായിട്ട് ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കടച്ചക്ക ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. ഇക്കൊല്ലത്തെ ആദ്യത്തെ കടച്ചക്കയാണ്. നല്ല വിലയാണ് കേട്ടോ കടച്ചക്കയ്ക്ക്. എന്നാലും ഒന്ന് വാങ്ങിച്ചു. നല്ല വില ആയാലും നമുക്ക് ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ വാങ്ങിക്കേണ്ട. അടുക്കളയിലെ പണികളൊക്കെ ഒരു വിധം ഒതുങ്ങിയേക്കണം. അപ്പോൾ പഴം വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ മാറ്റി വെച്ചു, പലഹാരങ്ങളൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം പോയി കുളിക്കണം മാത്രമേ ഉള്ളൂ. അതിന് മുന്നേ കറികളൊക്കെ ഒന്ന് മൂടി വെക്കണം, സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തോടെ തന്നെ ഒന്ന് മാറ്റി വെക്കണം. അത്രയുള്ള ഒരു 11 മണിയാകുമ്പോൾ എല്ലാ പണികളും എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വേഗം എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടുകാരായിട്ട് ചിലവഴിക്കാൻ അത്യാവശ്യം സമയം ഉണ്ടാവും. അപ്പോൾ വീട്ടുകാരും ഹാപ്പി, നമ്മളും ഹാപ്പി. നല്ല ദിവസം കിടക്കുമ്പോൾ പിറ്റേ ദിവസം എന്താണ് ഉണ്ടാക്കി വെക്കേണ്ടതെന്ന് ആലോചിച്ച് കിടക്കുക. പിന്നെ കിടക്കാൻ പോണ സമയത്ത് അടുക്കളയും വീടും ഒക്കെ അടുക്കി പറക്കി ഒന്ന് വെക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിടുക, പറ്റുകയാണെങ്കിൽ ഒന്ന് അടിച്ചിടുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് അത്ര വലിയ പണികളൊന്നും വീട്ടിലുണ്ടാവില്ല. ഫുഡ് വെക്കണ കാര്യം തന്നെയാണ് അധികമായിട്ട് ഉണ്ടാവും. അവിടെ ചടപടെ എന്ന് തിരക്ക് കൂടി അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതല്ല. നമ്മുടെ പ്രഷറും കൂടും. ഒപ്പം അത് കാണുന്നവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അവരെ കൂടെ ചീത്ത പറയുമ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ശബ്ദം കൊടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല ബഹളമാണ്, നല്ല കളിയാണ് കേട്ടോ കുട്ടികൾ. അതുകൊണ്ട് ചെറിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട് കുട്ടികളുടെ. അപ്പോൾ അതേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.